ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകണം എന്നെ തന്നെ പറയണം. ഞാൻ ഇവിടോട്ട് കുഴിച്ച് പോയപ്പോൾ തന്നെ ഇവിടെ കേവ് കാണുമെന്ന് വിചാരിച്ച്, പക്ഷെ ഇവിടെ ഞാൻ പണി കിട്ടി. എന്തായാലും സാരമില്ല. പിന്നെ ഞാൻ ഇവിടെ ബെഡ് ഒപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താഴോട്ട് കുഴിച്ച് വെക്കാൻ പോയപ്പം പിന്നെ വിചാരിച്ച് വേണ്ടെന്ന്. പിന്നെ ഇത്രയൊക്കെ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചു. പിന്നെ ഇവിടോട്ട് കുഴിച്ച് പോയപ്പോൾ കുറച്ച് കോപ്പറിൻ്റെ ബ്ലോക്കൊക്കെ ഉണ്ട്. ഞാനൊരു വെറൈറ്റിക്ക് അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് എൻ്റെ ചെസ്റ്റിൽ എനിക്കിപ്പോൾ കിട്ടിയതിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ചിലപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു 22 വുഡ് നമുക്കത് പ്ലാങ്ക് ആക്കി എടുക്കണം. അപ്പോൾ അത് പ്ലാങ്ക് ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മളെ ചെസ്റ്റിലോട്ടൊന്ന് വെച്ചേക്കാം. അതും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വെക്കേണ്ടായിരുന്നു, ഞാൻ അത് വെച്ചില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. നല്ല അടിപൊളി മഴ തന്നെയാണ്. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മോബ്സ് സ്പോണാവുന്ന സമയമാണിത്. മഴ പെയ്യുന്ന ടൈമിങ്ങിൽ അവർക്ക് സൂര്യപ്രകാശത്തിൻ്റെ എഫക്റ്റ് ആക്കില്ല. പറഞ്ഞില്ലേ, സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ക്രീപ്പറാണ് ഞാൻ ഫസ്റ്റ് കണി കണ്ടത്. ഒരു ഷീപ്പ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവിടെ കണ്ട സോംബിയൊക്കെ നടന്നു പോകണം നിങ്ങൾക്ക് കാണാമായിരിക്കും. ഞാൻ കണ്ടു. ഓക്കെ, അപ്പം നമുക്ക് പോകണ വഴിക്ക് ഇവനെയും കൂടെ തട്ടിയേക്കാം. അങ്ങനെ അവനെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഇവിടെ ഒരു വീട് പോലെയാണ് വെച്ചിരുന്നത്. പിന്നെ എൻ്റെ അടുത്തൊരു വലിയ കേവ് ഉണ്ടായിരുന്നായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആറടിച്ചത് ധൈര്യം മുന്നിലോട്ട് വാടാ. അടിക്കല്ലേ കൊല്ലല്ലേ. അടിക്കോ. ഞാൻ എന്തായാലും നേഴ്സിൻ്റെ വീട്ടിലോട്ട് കയറിയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 2 കളിച്ചിട്ടാണ് എന്നെ കൊല്ലാൻ വന്നത്. ഇതെന്താണ്? എനിക്ക് ഉറങ്ങാനും പറ്റൂല. രാത്രി എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അവിടെ മൊത്തം സ്കൾട്ടണും എന്തിനു നരകം. അയ്യോ, ഇതൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നമുക്കിവിടെ രാവിലെ വന്നേരം വെയിറ്റ് ചെയ്യുക. അത് ഇനി നടക്കുള്ളൂ. രാവിലെ ആയപ്പോഴും ഇവന്മാരിവിടെ തന്നെ കിടന്ന് കറങ്ങാണ്. ഹലോ ചേട്ടാ, സുഖം തന്നെയാണല്ലേ? ഗൈസ്, ഇതാ വേറൊരുത്തൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. വേറൊരുത്തനും ഉണ്ട്. ഇത് തുറക്കുകയാണെങ്കിൽ എനിക്കായിരിക്കും പണി. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ പൈശാചിക ബുദ്ധി ഉപയോഗിച്ച് ഈ ഒരു വഴി കൂടെ ഇറങ്ങാം. എങ്ങനെയുണ്ട്? ഇത് നല്ലൊരു അയ്യോ ഇവിടെ സ്റ്റോണുണ്ട്. അയ്യോ രക്ഷപ്പെട്ടു ഗൈസ്. എൻ്റെ പൊന്നോ, എൻ്റെ പൈശാചിക ബുദ്ധി കറക്റ്റ് സമയത്ത് തന്നെയാണ് പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആ കേവിൻ്റെ അടുത്തോട്ടല്ലേ വന്നത്. ഇനി അവിടോട്ട് തന്നെ പോവാം. നമ്മളെ കേവ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതായത് ഞാൻ ഈ ഒരു ഭാഗത്തോട്ടാണ്. നമുക്ക് കുറച്ചും കൂടെ കേവിലോട്ട് പോകണമെങ്കിൽ മുമ്പ് നമുക്ക് ടോർച്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടോർച്ച് എടുത്തിട്ട് നമുക്ക് വരാം. ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കേവിലോട്ട് ഇറങ്ങാം. ഗൈസ്, കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. എനിക്ക് നല്ല രീതിക്ക് ഹെൽത്ത് കുറഞ്ഞിരിക്കുന്ന ടൈമിൽ കേവിൽ ചെന്ന് ചാടണമെന്നാണ് എനിക്ക് സംശയം. ഇവിടെ നിന്ന് മൊത്തം എനിക്ക് കോൾ കിട്ടിയ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേവിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ടോർച്ച് വെച്ച് തന്നെ പോവാം. നല്ലൊരു കേവ് തന്നെയാണ്. ഓക്കെ, ഇവിടെ വല്ലതും കാണും. എനിക്ക് നല്ല രീതിക്ക് പേടി തോന്നുന്നുണ്ട്. അത്യാവശ്യം വലിയ കേവായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു അയ്യോ സ്റ്റോൺ പോയി. ഞാൻ എൻ്റെ ഹെൽത്ത് കൂട്ടിയിട്ട് അവൻ്റെ അടുത്തോട്ട് പോവാം. അവൻ സ്വയം തന്നെ ഷീൽഡിലടിച്ച് ചത്തോളൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ എന്തായാലും കോബിൾ സ്റ്റോൺ വെട്ടി ഞാൻ തന്നെ തീരുമാനം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇവന്മാർക്ക് അൺലിമിറ്റഡ് സ്റ്റാക്കിലാണെന്ന് തോന്നുന്നു അമ്പുള്ളത്. ഞാൻ എന്തായാലും കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഓക്കെ, അതിനകത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, തട്ടി. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുള്ള് അയൺ ആർമറാണ്. അതൊന്നും ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കോളൊക്കെ കാണുന്നു. ഈ സാധനം എന്തായാലും വീട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അയ്യോ ഇത് മൊത്തത്തിൽ വീഴും. ഓക്കെ, ഈ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ അത് പഠിച്ചിട്ട് ഒന്നുകൂടെ പറയാം. തൽക്കാലം ഈ കോളും കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാം.
ഓക്കെ, അങ്ങനെ കോളും എടുത്തോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ബ്ലോക്ക് വെച്ച് മേളിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ കേവിലോട്ടും കൂടെ ഒന്ന് പോവുകയാണ്. എൻ്റെ താഴോട്ട് കുറച്ച് വഴിയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള സൂചന നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ്. ഇവിടെ അത്യാവശ്യം മോബ്സ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്കൾട്ടൻ അവന്തോടെ ഇപ്പോൾ ഉണ്ട്. ക്രീപ്പർ നിൽപ്പുണ്ട്. ക്രീപ്പറല്ല, സോംബിയാണ്. ഈ സൈഡിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നൈസിന് താഴോട്ട് തന്നെ പോവാം, അല്ല വേറെ വഴിയൊന്നുമില്ല. ഇവ ഇവിടെ വെച്ച് പൊട്ടിത്തെറിക്കും. അയ്യോ, എടാ ഓക്കെ, സീനില്ല. ഇനി അവനെയും കൂടെ നമുക്ക് തട്ടണം. മേലോട്ട് വാടാ മോനെ. ഓക്കെ, അവൻ ഇങ്ങനെ അങ്ങ് തത്തോളും. അത് നമുക്ക് അങ്ങനെ അവൻ്റെ കാര്യത്തിനും തീരുമാനമാക്കിയിട്ടുണ്ട്. ഞാൻ തേടി വന്ന സാധനം കിട്ടി. ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല. എന്തായാലും താഴോട്ടൊരു വഴി കാണുന്നുണ്ടോ? നമുക്കിപ്പോൾ പോകണ്ട. ഞാൻ തേടി വന്ന സാധനം ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതങ്ങ് എടുത്തുകൊണ്ട് പോയിക്കളയാം. മൊത്തം എടുത്തിട്ടുണ്ട്. ഏകദേശം 3 എണ്ണോളം കിട്ടിയിട്ടുണ്ട്. 3 എണ്ണോളം അല്ല, നമുക്ക് ഫുൾ അയണാർമറാവാൻ വേണ്ടി വേണം. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. നമ്മൾ പിന്നും പറ്റിക്കപ്പെട്ടെന്നാണ് എൻ്റെ പൈശാചിക ബുദ്ധിയിൽ തോന്നുന്നത്. ഗൈസ്, നമുക്ക് ഇവിടുത്തെ കയറാം. നമ്മൾ പിന്നും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേളിലോട്ട് ബ്ലോക്ക് വെച്ച് കയറുന്നതാണ് നല്ലത്. അയ്യോ, 2 എണ്ണം ഒറ്റയ്ക്കാടാ ധൈര്യമുള്ളമാർ. ഗൈസ്, ഇവന്മാർ രണ്ടുപേരും മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. ഇവന്മാർ തമ്മിൽ അടികൂടിയിരുന്നെങ്കിൽ നമുക്കൊരു നല്ല ഫൈറ്റ് കാണാമായിരുന്നു. പക്ഷേ ഒന്നിനെ തീർത്തിട്ടുണ്ട്. ഇനിയില്ല, അവനും കൂടെ മാത്രം. അവനെ എങ്ങനെയെങ്കിലും തീർക്കണം. ഇവന്മാരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അയ്യോ, ഒരാർത്ത്. അയ്യോ, ഒരാൾത്ത്. ഇപ്പത്തിരി ഞാൻ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, മൈൻക്രാഫ്റ്റ് എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എൻ്റെ മോനെ, വേറെ ഏതെങ്കിലും മോബ്സ് സ്പോണാവുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ നിന്ന് നൈസിനെ മുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് മേളിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ മേളിലോട്ട് വെച്ച് പോവാം. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലോട്ടെത്തി. അതൊക്കെ ഒന്ന് ഉരുക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് കോള് വെച്ച് നമ്മൾ ആയണമെന്ന് ഉരുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തേയും കുറച്ച് ഫുഡ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ഈ 3 പന്നിയിറച്ചി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആയം കിട്ടിയില്ല. സോ അടുത്തൊരു ദിവസം നമ്മൾ ആയം മൈൻഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഓഫ് ക്യാമറയിൽ പോകാൻ.